പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിലെ മരങ്ങളെ, വൃക്ഷങ്ങളെ ആസ്പദമാക്കി തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: ഏതെല്ലാം വൃക്ഷങ്ങളുടെ പച്ചക്കൊമ്പുകളാണ് ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തിയിൽ യാക്കോബ് വെച്ചത്? ഉത്തരം: പുന്ന, ബദാം, അരിഞ്ഞിൽ. ഉൽപ്പത്തി 30:37. ക്വസ്റ്റ്യൻ: വിശുദ്ധ സന്തതിയുടെ ശേഷിപ്പിനെ ഏതെല്ലാം മരങ്ങളുടെ കുറ്റിയോടാണ് ഉപമിച്ചിട്ടുള്ളത്? ഉത്തരം: കരിമരം, കരുവേലകം. യെശയ്യാവ് 6:13. ക്വസ്റ്റ്യൻ: സെഖര്യാവ് ദർശനത്തിൽ കണ്ട ഒലിവൃക്ഷങ്ങൾ എത്ര? ഉത്തരം: 2. സെഖര്യാവ് 4:3. ക്വസ്റ്റ്യൻ: 2 കൊട്ട അത്തിപ്പഴം ദർശിച്ച പ്രവാചകൻ? ഉത്തരം: യിരെമ്യാവ് 24:1. ക്വസ്റ്റ്യൻ: ചുവരിന്മേൽ മുളയ്ക്കുന്ന ചെടി? ഉത്തരം: ഈസോപ്പ്. 1 രാജാക്കന്മാർ 4:33. ക്വസ്റ്റ്യൻ: സാക്ഷ്യപ്പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരമേത്? ഉത്തരം: കെതിരമരം. പുറപ്പാട് 25:10. ക്വസ്റ്റ്യൻ: ഏദൻ തോട്ടത്തിൻ്റെ നടുവിൽ ദൈവം മുളപ്പിച്ച 2 വൃക്ഷങ്ങൾ? ഉത്തരം: ജീവവൃക്ഷം, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷം. ഉൽപ്പത്തി 2:9. ക്വസ്റ്റ്യൻ: പെസഹ കുഞ്ഞാടിൻ്റെ രക്തം പുരട്ടുവാൻ ഉപയോഗിച്ച ചെടി? ഉത്തരം: ഈസോപ്പ് ചെടി. പുറപ്പാട് 12:22. ക്വസ്റ്റ്യൻ: ദൈവം ദാവീദിനോട് ഏത് വൃക്ഷങ്ങളുടെ അഗ്രങ്ങളിൽ കൂടി ഫെലിസ്ത്യർ അണിയണിയായി നടക്കുന്ന ഒച്ച കേട്ടാൽ നീ പടയ്ക്ക് പുറപ്പെടുക എന്നാണ് പറഞ്ഞത്? ഉത്തരം: ബാഖ വൃക്ഷങ്ങളുടെ. 2 ദിനവൃത്താന്തം 14:14-15. ക്വസ്റ്റ്യൻ: ഹിസ്കിയാവിൻ്റെ പരു സുഖമാക്കിയത് എന്തുപയോഗിച്ചായിരുന്നു? ഉത്തരം: അത്തിപ്പഴക്കട്ട. 2 രാജാക്കന്മാർ 20:7. ക്വസ്റ്റ്യൻ: ഇസ്രായേൽ മക്കൾക്ക് വഴിപാടായി അർപ്പിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു മരം? ഉത്തരം: ഖദിരമരം. പുറപ്പാട് 25:5. ക്വസ്റ്റ്യൻ: ഇല പൊഴിക്കുന്ന വൃക്ഷം? ഉത്തരം: കരുവേലകം. യെശയ്യാവ് 1:30. ക്വസ്റ്റ്യൻ: ഭൂമിയുടെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തെ സ്വപ്നം കണ്ടതാര്? ഉത്തരം: നെബൂഖദ്നേസർ. ദാനിയേൽ 4:10. ക്വസ്റ്റ്യൻ: അബിമേലെക്ക് രാജാവായത് ഏത് വൃക്ഷത്തിനരികിൽ വെച്ചാണ്? ഉത്തരം: കരുവേലകത്തിനരികിൽ. ന്യായാധിപന്മാർ 9:6. ക്വസ്റ്റ്യൻ: യേശുവിനെ മുള എന്ന് വിളിച്ച പഴയനിയമ പ്രവാചകൻ? ഉത്തരം: സെഖര്യാവ് 3:8. ക്വസ്റ്റ്യൻ: ഒഫ്രയിൽ യോവാഷിൻ്റെ കരുവേലകത്തിൻ കീഴെ ഇരുന്നതാര്? ഉത്തരം: യഹോവയുടെ ദൂതൻ. ന്യായാധിപന്മാർ 6:11. ക്വസ്റ്റ്യൻ: വെട്ടിയിട്ടാലും കുറ്റി ശേഷിക്കുന്ന മരങ്ങൾ? ഉത്തരം: കരിമരം, കരുവേലകം. യെശയ്യാവ് 6:13. ക്വസ്റ്റ്യൻ: നഥനയേൽ ഏത് വൃക്ഷത്തിൻ്റെ കീഴിലാണിരുന്നത്? ഉത്തരം: അത്തി. യോഹന്നാൻ 1:48. ക്വസ്റ്റ്യൻ: കാട്ടത്തിപ്പഴം പെറുക്കിക്കൊണ്ടിരുന്നവൻ? ഉത്തരം: ആമോസ് 7:14. ക്വസ്റ്റ്യൻ: നല്ല തണലുള്ള വൃക്ഷങ്ങൾ? ഉത്തരം: കരുവേലകം, പുന്ന, ആൽ.
ഹോശേയ 4:13. ക്വസ്റ്റ്യൻ: ദെബോര ഏത് വൃക്ഷത്തിൻ്റെ കീഴിലാണ് പാർത്തിരുന്നത്? ഉത്തരം: ഈന്തപ്പന. ന്യായാധിപന്മാർ 4:5. ക്വസ്റ്റ്യൻ: സക്കായി യേശുവിനെ കാണുവാൻ ഏത് മരത്തിന്മേലാണ് കയറിയിരുന്നത്? ഉത്തരം: കാട്ടത്തിമേൽ. ലൂക്കോസ് 19:4. ക്വസ്റ്റ്യൻ: കരുവേലകത്തിൻ കീഴിൽ അടക്കപ്പെട്ടവൾ? ഉത്തരം: ദെബോര. റിബേക്കയുടെ ധാത്രി. ഉൽപ്പത്തി 35:8. ക്വസ്റ്റ്യൻ: യാബേഷിലെ കരുവേലകത്തിൻ കീഴിൽ കുഴിച്ചിടപ്പെട്ട രാജാവ്? ഉത്തരം: ശൗൽ. 1 ദിനവൃത്താന്തം 10:12. ക്വസ്റ്റ്യൻ: ഓരോരുത്തൻ താൻ്റെ അത്തിവൃക്ഷത്തിൻ്റെ കീഴിൽ പാർക്കും എന്ന് പ്രവചിച്ചതാര്? ഉത്തരം: മീഖ. മീഖ 4:4. ക്വസ്റ്റ്യൻ: മോശക്കുഞ്ഞിനെ ഒളിപ്പിച്ച പെട്ടകം നിർമ്മിച്ചത് എന്തുകൊണ്ടാണ്? ഉത്തരം: ഞാങ്ങണ. പുറപ്പാട് 2:3. ക്വസ്റ്റ്യൻ: നോഹ പെട്ടകം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരം? ഉത്തരം: ഗോഫർ മരം. ഉൽപ്പത്തി 6:14. ക്വസ്റ്റ്യൻ: ഏത് വൃക്ഷത്തെ നോക്കി ഉപമ പഠിക്കാനാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്? ഉത്തരം: അത്തി. മത്തായി 13:28. ക്വസ്റ്റ്യൻ: ഏത് വൃക്ഷത്തിൻ്റെ ഇലയാണ് രോഗശാന്തിക്കുതകുന്നത്? ഉത്തരം: ജീവവൃക്ഷത്തിൻ്റെ. വെളിപ്പാട് 22:2. ക്വസ്റ്റ്യൻ: ആദാമും ഹവ്വയും അരയാട ഉണ്ടാക്കിയത് എന്തുപയോഗിച്ചായിരുന്നു? ഉത്തരം: അത്തിയില. ഉൽപ്പത്തി 3:7. ക്വസ്റ്റ്യൻ: ശലോമോൻ രാജാവ് യഹോവയുടെ ആലയത്തിനും രാജധാനിക്കും അഴികൾ ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ട്? ഉത്തരം: ചന്ദനമരം. 1 രാജാക്കന്മാർ 10:12. ക്വസ്റ്റ്യൻ: ഏത് വൃക്ഷം പെരുങ്കാറ്റ് കൊണ്ട് കുലുങ്ങിയിട്ട് കായ് ഉയർക്കും പോലെയാണ് ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണത്? ഉത്തരം: അത്തിവൃക്ഷം. വെളിപ്പാട് 6:13. ക്വസ്റ്റ്യൻ: നീതിമാൻ ഏത് മരം പോലെ തഴയ്ക്കും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ഉത്തരം: പന പോലെ. സങ്കീർത്തനങ്ങൾ 92:12. ക്വസ്റ്റ്യൻ: യേശു അത്തിയെ ശപിച്ചതെവിടെ വെച്ച്? ഉത്തരം: ബെഥാനിയിൽ. മർക്കോസ് 11:12-14 വരെ. ക്വസ്റ്റ്യൻ: നീതിമാൻ ഏതു മരം പോലെ വളരുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്? ഉത്തരം: ലെബാനോനിലെ ദേവദാരു പോലെ. സങ്കീർത്തനങ്ങൾ 92:12. ക്വസ്റ്റ്യൻ: യേശു പറഞ്ഞ ഉപമയിൽ ഏതു സസ്യമാണ് വളർന്ന് വൃക്ഷമാകുന്നത്? ഉത്തരം: കടുക്. മത്തായി 13:32-33. ക്വസ്റ്റ്യൻ: ആനക്കൊമ്പ് പതിച്ച് തട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതു വൃക്ഷത്തിലാണ്? ഉത്തരം: പുന്നമരം. യെഹെസ്കേൽ 27:6. ക്വസ്റ്റ്യൻ: യഹോവ നിർജ്ജന പ്രദേശത്ത് വച്ച് പിടിപ്പിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന മരങ്ങൾ ഏതെല്ലാം? ഉത്തരം: സരളവൃക്ഷം, പൈൻമരം, പുന്ന. യെശയ്യാവ് 41:19. ക്വസ്റ്റ്യൻ: യഹോവ മരുഭൂമിയിൽ നടും എന്ന് പറഞ്ഞിരിക്കുന്ന വൃക്ഷങ്ങൾ ഏതെല്ലാം? ഉത്തരം: ദേവദാരു, ഖദിരമരം, കൊഴുന്ത്, ഒലിവ് വൃക്ഷം. യെശയ്യാവ് 41:19. ക്വസ്റ്റ്യൻ: ഒരു വൃക്ഷം അറിയപ്പെടുന്നതെങ്ങനെ?
ഉത്തരം അതിൻ്റെ ഫലത്താൽ. മത്തായി 12:33. ക്വസ്റ്റ്യൻ: ശലോമോൻ ഹീരാമിൻ്റെ അടുക്കൽ ലെബനോനിൽ നിന്ന് തനിക്കായി ഏത് മരം മുറിപ്പാൻ കൽപ്പന കൊടുക്കണം എന്നാണ് പറഞ്ഞത്? ഉത്തരം ദേവദാരു മരം. 1 രാജാക്കന്മാർ 5:6. ക്വസ്റ്റ്യൻ: ശലോമോൻ യഹോവയ്ക്ക് പണിത ആലയത്തിൻ്റെ മച്ചിന് ഉപയോഗിച്ച മരമേത്? ഉത്തരം ദേവദാരു. 1 രാജാക്കന്മാർ 6:7. ക്വസ്റ്റ്യൻ: ശലോമോൻ യഹോവയ്ക്ക് പണിത ആലയത്തിൻ്റെ അകത്തും പുറത്തും ചുവരിൽ കൊത്തിയിരുന്നത് ഏത് മരത്തിൻ്റെ രൂപമാണ്? ഉത്തരം ഈന്തപ്പന. 1 രാജാക്കന്മാർ 6:29. ക്വസ്റ്റ്യൻ: ഹീരാം ശലോമോൻ്റെ അടുക്കൽ ഏതെല്ലാം വൃക്ഷത്തിൻ്റെ കാര്യത്തിൽ നീ ഇച്ഛിച്ചതൊക്കെയും ഞാൻ ചെയ്യാം എന്നാണ് പറഞ്ഞത്? ഉത്തരം ദേവദാരുവിൻ്റെയും സരളമരത്തിൻ്റെയും കാര്യത്തിൽ. 1 രാജാക്കന്മാർ 5:8. ക്വസ്റ്റ്യൻ: ഫലപ്രദമായൊരു വൃക്ഷം ആര്? ഉത്തരം യോസേഫ്. ഉൽപ്പത്തി 49:22. ക്വസ്റ്റ്യൻ: ഹായി രാജാവിനെ മരത്തിൽ തൂക്കിയതാര്? ഉത്തരം യോശുവ. യോശുവ 8:29. ക്വസ്റ്റ്യൻ: ശലോമോൻ രാജാവ് സംഗീതക്കാർക്ക് കിന്നരങ്ങളും വീണകളും ഉണ്ടാക്കിയത് ഏത് മരം കൊണ്ട്? ഉത്തരം ചന്ദനമരം. 1 രാജാക്കന്മാർ 10:12. ക്വസ്റ്റ്യൻ: ലൂക്കോസിൽ കാണുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്നൊരു വൃക്ഷം ഏതാണ്? ഉത്തരം അത്തിവൃക്ഷം. ലൂക്കോസ് 13:4. ക്വസ്റ്റ്യൻ: ശലോമോൻ ചന്ദനം കൊണ്ടുവന്നത് എവിടെ നിന്ന്? ഉത്തരം ഓഫീരിൽ നിന്ന്. 1 രാജാക്കന്മാർ 10:11. ക്വസ്റ്റ്യൻ: സമാഗമന കൂടാരം നിർമ്മിക്കാൻ ഉപയോഗിച്ച മരമേത്? ഉത്തരം ഖദിരമരം. പുറപ്പാട് 25:5-10 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ബൈബിളിൽ പേര് പറഞ്ഞിരിക്കുന്ന ആദ്യ വൃക്ഷം? ഉത്തരം ജീവവൃക്ഷം. ഉൽപ്പത്തി 2:9. ക്വസ്റ്റ്യൻ: യെശയ്യാവ് പറയുന്ന ഇലപൊഴിഞ്ഞ വൃക്ഷം ഏത്? ഉത്തരം കരുവേലകം. യെശയ്യാവ് 1:30. ക്വസ്റ്റ്യൻ: ബൈബിളിൽ അവസാനം പേര് പറഞ്ഞിരിക്കുന്ന വൃക്ഷം? ഉത്തരം ജീവവൃക്ഷം. വെളിപ്പാട് 22:19. ക്വസ്റ്റ്യൻ: അല്ലോൻ ബാക്കൂത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം വിലാപവൃക്ഷം. ഉൽപ്പത്തി 35:3. ക്വസ്റ്റ്യൻ: ജയിക്കുന്നവന് ദൈവത്തിൻ്റെ പറുദീസയിലുള്ള ഏത് വൃക്ഷത്തിൻ്റെ ഫലം തിന്മാൻ കൊടുക്കും എന്നാണ് എഫെസോസ് സഭയോട് പറഞ്ഞത്? ഉത്തരം ജീവവൃക്ഷത്തിൻ്റെ ഫലം. വെളിപ്പാട് 2:7. ക്വസ്റ്റ്യൻ: ദേവദാരു വീണും മഹത്തുക്കൾ നശിച്ചും ഇരിക്കയാൽ ഏത് വൃക്ഷമാണ് ഓളിയിടേണ്ടത്? ഉത്തരം സരളവൃക്ഷം. സെക്കര്യാവ് 11:2. ക്വസ്റ്റ്യൻ: ദുർഗമവനം വീണിരിക്കയാൽ എവിടുത്തെ കരുവേലകങ്ങളാണ് ഓളിയിടേണ്ടത്? ഉത്തരം ബാഷാനിലെ. സെക്കര്യാവ് 11:2. ക്വസ്റ്റ്യൻ: ദൈവം വൃക്ഷങ്ങളെ സൃഷ്ടിച്ചത് എത്രാമത്തെ ദിവസം? ഉത്തരം 3-ാമത്തെ ദിവസം. ഉൽപ്പത്തി 1:11. ക്വസ്റ്റ്യൻ: മുൾപടർപ്പും ദേവദാരു വൃക്ഷത്തെയും കുറിച്ച് ഉപമയായി പറഞ്ഞതാരാണ്? ഉത്തരം യഹോവാഷ്. 2 രാജാക്കന്മാർ 14:9.
ക്വസ്റ്റ്യൻ: വൃക്ഷങ്ങൾ തങ്ങൾക്ക് ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുന്നതിനെക്കുറിച്ച് ഉപമയായി ഗെരിസീം മലമുകളിൽ വെച്ച് പറഞ്ഞതാരാണ്? ഉത്തരം: യോഥാം. ന്യായാധിപന്മാർ 9:7-15 വരെ. താങ്ക്സ് ഫോർ വാച്ചിങ്.